ഈ ഭർത്താക്കന്മാരെ പരസ്പരം വെച്ച് മാറണം. നമ്മൾ പലതരത്തിലുള്ള നിയമപരമായ ആവശ്യങ്ങൾ നേടിത്തരുവാനായിട്ട് കോടതിയിലോട്ട് പോകും. പക്ഷെ ഇവിടെ മധ്യപ്രദേശിലെ ഹൈക്കോടതിയിൽ 2 സഹോദരിമാർ കോടതിയെ സമീപിച്ചത് അവരുടെ ഭർത്താക്കന്മാരെ പരസ്പരം മാറ്റിത്തരുവാനായിട്ടാണ്. ഈ ഭർത്താക്കന്മാരെ പരസ്പരം വെച്ച് മാറണം. മധ്യപ്രദേശിലെ ധാട്ടിയ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ നിന്നും ഒരു പുരുഷൻ ഗോളിയർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് തൻ്റെ ഭാര്യയെയും മകളെയും ബ്രദറിനില്ല തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടാണ്. അതായത് അവരെ തിരിച്ചു കിട്ടാനായിട്ടൊരു ഹേബിയസ് കോർപ്പസ് പെറ്റീഷനാണ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഹേബിയസ് കോർപ്പസ് എന്തിനാ? ഇവിടെ ദൃശ്യം പടത്തിൽ ജോർജ് കുട്ടി എത്ര തവണ പറഞ്ഞിരിക്കുന്നത് ഈ ഹേബിയസ് കോർപ്പസ് എന്തിനാ? അതായത് ഇയാളുടെ മകനെ അന്യായമായി ചിലർ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ഹേബിയസ് കോർപ്പസ് കൊടുത്ത അയാളെ എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കണമെന്ന് പോലീസിനോട് ഉത്തരവിടുന്ന കോടതിയാണ്. അവസാനം കോടതിയിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ ഭാര്യയും മകളും എത്തി. അപ്പം അവിടെയാണ് ട്വിസ്റ്റ്. ഭാര്യ പറഞ്ഞു, എന്നെ ആരും തട്ടിക്കൊണ്ടുപോയൊന്നുമല്ല, ഞാൻ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങിപ്പോയതാണ് സഹോദരിയുടെ ഭർത്താവിൻ്റെ കൂടെ. എങ്ങനെ ഇരിക്കണം? ഇത് കേട്ട് അളിയൻ്റെ ഭാര്യ പറയാണ്, അങ്ങനെ ആരെ തട്ടിക്കൊണ്ടുപോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ പരാതി കൊടുത്ത ഭർത്താവില്ലേ, എനിക്ക് അയാളുടെ കൂടെ പോയാൽ മതിയെന്ന്. ഈ ഭർത്താക്കന്മാരെ പരസ്പരം വെച്ച് മാറണം. കോടതി അപ്പം തന്നെ കിഡ്നാപ്പിംഗ് പെറ്റീഷൻ എടുത്ത് തള്ളിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതിങ്ങനെ പരസ്പരം വെച്ച് മാറ്റിത്തരാൻ ഇത് ക്ലബ്ബൊന്നുമല്ല, ഇത് കോടതിയാണ്. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഫാമിലി കോടതിയിൽ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തിട്ട് പരസ്പരം കൈപിടിച്ച് പൊയ്ക്കോളാൻ പറഞ്ഞു. എന്തൊരു സതീഷണ്ണ, കോടതി പറഞ്ഞത് കറക്റ്റ് അല്ലേ?